ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് ലൈവ്ലി ലൈഫ് സ്റ്റൈൽ എന്നാണ് കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് എത്ര പേർക്ക് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാമെന്ന് എനിക്കറിയില്ല. പുറത്ത് നല്ല മഴയാണ്. കുറേ ദിവസങ്ങളായി ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 2 ആഴ്ചയെങ്കിലും ആയിട്ടുണ്ടായിരിക്കും. എന്തോ ഞാനങ്ങ് മടിച്ചു. ഇടുവാണെങ്കിൽ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അങ്ങ് മടിച്ചാൽ പിന്നെ ഞാൻ അങ്ങ് തീരെ മടിയാവും. അപ്പോൾ ഇന്ന് മഴയാണ്. കുറച്ച് നിങ്ങൾക്ക് കേൾക്കുന്നതിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും കേട്ടോ, മഴ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മഴ ഒന്ന് കാണിച്ചു തരാം. അപ്പം അത്യാവശ്യം മഴ ഇങ്ങനെ നിൽക്കുകയാണ്. നേരത്തെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂലായിരിക്കും. ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ യൂട്യൂബ് എങ്ങനെയാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് എനിക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ ഇതുവരെ, അങ്ങനത്തെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസിന് മറുപടിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓഗസ്റ്റാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങുന്നതെന്നല്ല, ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വെറുതെ എനിക്ക് അങ്ങനെ യൂട്യൂബുമായിട്ട് ഇങ്ങനെ ഡെയിലി കണ്ടൻറ്റുകൾ ഇടണമെന്നോ ഇങ്ങനെ ആവണമെന്നോ ഒരു ചിന്ത പോലും ഇല്ല. ചുമ്മാ ഞാൻ മോളുടെ ഒരു ഷോർട്ട് വീഡിയോസ് ഓഗസ്റ്റിനൊക്കെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് ഒരു എൻ്റെയൊക്കെ ആയപ്പോൾ, കഴിഞ്ഞ വർഷം എൻ്റെയൊക്കെ ആയപ്പോൾ തൊട്ടാണ് ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് അപ്പോൾ എനിക്ക് വലുതായിട്ട് അങ്ങനെ ഒരുപാട് നേരത്തേക്കുള്ള ലോങ് വീഡിയോസ് ഒന്നും എടുക്കാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇതുപോലെ സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കാനും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ചമ്മലും അറപ്പമൊക്കെ പോലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഇപ്പോഴും മാറിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഇപ്പോൾ വലിയ പ്രശ്നമില്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ വലിയ പ്രശ്നം എനിക്ക് തോന്നാറില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. ഞാനല്ലാതെ ഐലൈനർ വരയ്ക്കുന്ന കുറച്ച് വീഡിയോസും അല്ലാതെ വേറെ എന്തൊക്കെയോ ചെറുത് അങ്ങനെ 1 മിനിറ്റത്തേക്കൊക്കെ ഉള്ള അങ്ങനത്തെ ചെറിയ വീഡിയോസായിട്ടാണ് തുടങ്ങിയത്. പിന്നെ അങ്ങനെ ഇട്ടിട്ട് പിന്നെ ലോങ് വീഡിയോസ് നന്നായിട്ട് ഇടാൻ തുടങ്ങി. ഇതുപോലെ സംസാരിക്കുന്ന രീതിയിലേക്ക് ഒക്കെ എത്തി കേട്ടോ. അപ്പോൾ യൂട്യൂബ് തുടങ്ങാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എന്തോ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയാലോ എന്ന് വെറുതെ അങ്ങ് ചിന്തിച്ചു. വെറും 0യിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. വെറും 0, ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ആകെ ഫാമിലി മെമ്പേഴ്സൊക്കെ മാത്രം, ഹസ്ബൻഡ്, അമ്മ, അച്ഛൻ, അങ്ങനെ നാത്തൂൻ, അങ്ങനെ കുറച്ച് പേരെയൊക്കെ കൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയും. ഏറെക്കുറെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ അവർ കുറേ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും വീഡിയോസ് ഇടുമ്പോൾ ഞാൻ ഡെയിലി ലിങ്കൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് അന്നത്തേക്ക് എൻ്റെ ഒരു 10 വ്യൂസോ 5 വ്യൂസോ അങ്ങനെയൊക്കെ കിട്ടുന്നെങ്കിൽ അത് ആ രീതിയിലായിരുന്നു. പിന്നെ യൂട്യൂബ് നമുക്ക് തനിയെ റെക്കമെൻഡ് ചെയ്യുമല്ലോ നമ്മുടെ വ്യൂസ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ വ്യൂസ്, എനിക്ക് ആകെ 10, 20, 30 സബ്സ്ക്രൈബറാണുള്ളത്. പക്ഷേ വീഡിയോസ് ഇടുമ്പോൾ 100, 150, 200 പേരൊക്കെ എൻ്റെ ലോങ് വീഡിയോസൊക്കെ കാണുന്നു. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. 200 പേരൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെയാണ് ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടുകൊണ്ട് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ് ഇപ്പം ഞാൻ ഈ ഒരു 7500 സബ്സ്ക്രൈബേഴ്സിൽ എത്തി നിൽക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അതായത് അതായത് നമ്മൾ ഒറ്റ വീഡിയോ ഇട്ട് ക്ലിക്കായി വന്ന ആളൊന്നും അല്ലല്ലോ. അപ്പോൾ ഒന്നും ഇല്ലായ്മയിൽ നിന്നും ഇത്രയും ഒരുപാടങ്ങ് വളർന്നതല്ല, ചെറുതാണ്. ഇപ്പോഴും കുഞ്ഞു ഫാമിലിയാണ് നമ്മുടെ 7500 കുഞ്ഞു ഫാമിലിയാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു ഫാമിലി ഇനി 2500 പേരും കൂടെ ആകുമ്പോൾ നമ്മുടെ 10K ഫാമിലി ആവുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു ഫാമിലി 10Kയിലേക്ക് എത്തും. അപ്പോൾ അധികം ഇതാവുന്നതിന് മുമ്പ് 10K ആവണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ കുറേ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. വിളിക്കുമ്പോഴൊക്കെ പൈസ കിട്ടി തുടങ്ങിയോ യൂട്യൂബിൽ നിന്ന്. സത്യം പറയാമല്ലോ, യൂട്യൂബിൽ നിന്ന് ഒരു 5 പൈസ എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല.
കിട്ടുകയില്ല. കാരണം എൻ്റെ യൂട്യൂബ് ഇതുവരെയും മോണിറ്റൈസേഷൻ ആയിട്ടില്ല, ആ ഒരു ക്രൈറ്റീരിയ ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ. ഒരു ഷോർട്ട് വീഡിയോ ഏകദേശം ഒരു 30 ലക്ഷത്തോടൊക്കെ അടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു ഹാഫ് മോണിറ്റൈസേഷൻ എങ്കിലും ആവുമല്ലോ, 30 ലക്ഷം ഉണ്ടല്ലോ. പക്ഷേ അപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കുന്നത്, ആ 30 ലക്ഷത്തിൻ്റെ അവർ വ്യൂസ് നമ്മളിപ്പോൾ 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് നമ്മളെ വീഡിയോ വാച്ച് ചെയ്തത് മാത്രമേ വ്യൂസ് ലിസ്റ്റിലേക്ക് ആക്കുകയുള്ളെന്നും അത് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലോട്ട് ആഡ് ചെയ്യുള്ളൂ എന്നൊക്കെ അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ആ 30 ലക്ഷം എന്ന ഒരു സ്വപ്നവും പോയി കിട്ടി. അതിന്ന് എനിക്ക് ഏകദേശം ഒരു എത്ര ലക്ഷം, ഒരു 19-20 ലക്ഷമോ സംതിങ് എത്രയോ കണ്ടേ വന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ ബാക്കിയും പിന്നെയും കിടക്കാണല്ലോ 10 ലക്ഷം. അപ്പോൾ ആ ഒരു സ്വപ്നവും പോയി. 3 മാസം കഴിഞ്ഞു. അതിനുള്ളിൽ എനിക്കൊരു വീഡിയോസും കൂടെ വൈറലാക്കിയെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷനെങ്കിലും ആവുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഒരുപാട് വീഡിയോസ് ചെയ്ത്, പക്ഷേ ഒന്നും വൈറലായില്ല. അങ്ങനെ അതും പോയി കിട്ടി. പിന്നെ ആകെ ഉള്ളത് ലോങ് വീഡിയോസാണ്. ലോങ് വീഡിയോസ് നമ്മൾ വലിയ ചാനലല്ല, ഒരുപാട് വ്യൂസ് കിട്ടുന്ന ചാനലും അല്ല. അപ്പം ഞാനിങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ വളരെ തുച്ഛമായ ഒരു 20 പേരോ അല്ലെങ്കിൽ 50 പേരോ 100 പേരോ ഒക്കെയാണ് എൻ്റെ വീഡിയോ കാണുന്നത്. അതിലും സ്കിപ്പ് അടിച്ച് പോകുന്നവരായിരിക്കും കൂടുതലും. ആരും ഫുൾ ഇരുന്ന് വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ അങ്ങനെ മാത്രമാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷെ അതിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ ഒരു മാസത്തിൻ്റെ എൻഡ് ആവുമ്പോൾ ഞാൻ ഈ യൂട്യൂബിൽ തുടങ്ങിയിട്ട് 1 വർഷമാവാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് വാച്ചിങ് അവർ എന്ന് പറയുന്നത് 1500 അപ്പോൾ ഒരു 1500 കൂടെ എനിക്ക് ഈ ഒരു മാസം എൻഡ് ആവുന്നതിന് മുമ്പ് കിട്ടാൻ ചാൻസ് ഇല്ല. എൻ്റെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇനി വരുന്ന വീഡിയോ എങ്ങണം നല്ല വൈറലായ ലോങ് വീഡിയോസ് ഇൻ കേസ് അങ്ങനെ ചാൻസേ ഇല്ല. ഈ ഒരു വർഷത്തിൽ വൈറലാവാത്ത പറയാൻ പറ്റില്ല, അത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വൈറലാവാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മോണിറ്റൈസേഷൻ ആവും. അല്ലെങ്കിൽ എനിക്ക് ഈ 1500 കിട്ടിയതും കൂടി അവർ കട്ടാക്കും. അതായത് 1 വർഷം ആവുമല്ലോ, 1 വർഷം വരെയാണ് നമ്മുടെ മാക്സിമം ലോങ് വീഡിയോസ് ഇട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാനുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഓവറായതുകൊണ്ട് നമുക്ക് പതിയെ അവർ കഴിഞ്ഞ വർഷം ഞാൻ ആദ്യം ഇട്ടത് തൊട്ട് കട്ടായി വരും. അപ്പോൾ എൻ്റെ മോണിറ്റൈസേഷനിലെ ആ ഒരു വാച്ചിങ് അവർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി പെട്ടെന്നൊരു വീഡിയോ അങ്ങനെ കയറി വൈറലായാൽ ചിലപ്പോൾ സംഭവം ക്ലിക്കാവും എന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ആലോചിച്ചാണ് ഞാൻ കുറച്ചൊന്ന് വീഡിയോസൊക്കെ ഇടാതെയൊക്കെ ഇരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് വീഡിയോസ് ഇടാമല്ലോ, എന്നേലും ചിലപ്പോൾ മോണിറ്റൈസേഷൻ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് പിന്നെ കുറച്ചൊന്ന് ഡിലേ ആയത്. എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അവിടെ കുറച്ചുകൂടെയൊക്കെ ഷോർട്സ് ഇട്ട് കുറച്ചുകൂടെയൊക്കെ വൈറലാക്കാൻ പറ്റിയൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ യൂട്യൂബ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. അങ്ങനെ എൻ്റെ കസിനാണ് പറഞ്ഞത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും കൂടെ എടുക്കൂ, അപ്പോൾ കുറച്ചുകൂടെ അവിടെ കുറച്ചുകൂടെ വ്യൂസൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. അവിടെ അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ ഇട്ട് മോണിറ്റൈസേഷനൊക്കെ ആയി. എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ചെറുതായിട്ട് പ്രൊമോഷൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് യൂട്യൂബിൻ്റെ കാര്യം. പിന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ യൂട്യൂബ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മടിക്കണ്ട, പെട്ടെന്ന് തന്നെ തുടങ്ങും. അത്യാവശ്യം നല്ലതാണ് യൂട്യൂബ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളാരും മടിച്ചിരിക്കേണ്ട, വീഡിയോസ് കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് അത്രയും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈറലാവും, അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ വൈറലാവും. നമ്മൾ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയൊക്കെ കഴിയും, നല്ല ഫോളോവേഴ്സൊക്കെ ഉള്ള, നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള നല്ല വലിയൊരു ഫാമിലിയാവും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. എപ്പോഴും എല്ലാ ദിവസവും മാക്സിമം നിങ്ങൾ വീഡിയോ ഇടാൻ ശ്രമിക്കുക. ലോങ് വീഡിയോസ് കഴിയുമ്പോഴും ഇടുക, ഷോർട്ട് വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ പതിയെ ഫോളോവേഴ്സും വാച്ചിങ് അവറൊക്കെ കയറുന്നതായിരിക്കും. ഞാനും ഇന്ന് തൊട്ട് ഇനി കണ്ടിന്യൂസ് ലോങ് വീഡിയോ ഇടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മാക്സിമം ഞാൻ ഒരു മാസം ഒരു 14 വീഡിയോ അല്ലെങ്കിൽ 15 വീഡിയോ ഒക്കെ ഏറ്റവും കൂടുതൽ ഇടാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ
ഒരു 5 വീഡിയോ 6 വീഡിയോ ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഇടുന്നത്. പക്ഷേ ഇനി തൊട്ടൊരു 20 വീഡിയോ എങ്കിലും മാക്സിമം ഇടണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ചെറിയ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയറൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ. എൻ്റെ 10K ഫാമിലി ആവാൻ ഇനി 2500 പേരും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ചെറിയ ബ്യൂട്ടി ടിപ്സും അങ്ങനെ വീട്ടിൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നത് കുഞ്ഞു ചാനലാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.